ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമൂഹത്തിലെ വിവിധ തലത്തിലുള്ള ആളുകളിലും ഇന്ന് കാണുന്ന സ്ഥായിയായ വികാരം ഭീതിയുടേതാണ്. മക്കൾ വഴിതെറ്റിപ്പോകുമോ, അവരുടെ ഭാവി എന്തായിത്തീരും എന്ന് ഭയപ്പെടുന്ന മാതാപിതാക്കളുടെ സംഖ്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആക്രമണങ്ങളെ ഭയപ്പെടുന്നവർ, ഏകാന്തതയെ ഭയപ്പെടുന്നവർ, ഇരുട്ടിനെ ഭയപ്പെടുന്നവർ, തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർ, സാമ്പത്തിക തകർച്ചയെ ഭയപ്പെടുന്നവർ, മാരകമായ രോഗത്തെയും മരണത്തെയും ഭയപ്പെടുന്നവർ, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്, കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും വിശ്വാസം നഷ്ടപ്പെട്ട ശിഷ്യന്മാർ ഭയചകിതരാകുന്നതാണ്. ഗലീല തടാകത്തിൽ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും തിരമാലയും ആഞ്ഞടിക്കുകയും തടാകം പ്രക്ഷുബ്ധമാവുകയും ചെയ്തപ്പോൾ വഞ്ചി മുങ്ങിത്താഴുമെന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ടു. തത്സമയം യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ വിളിച്ചുണർത്തി ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് സാക്ഷികളായിരുന്ന ശിഷ്യന്മാരാണ് അതേ ഗുരു കൂടെയുള്ളപ്പോൾ ഭയപ്പെടുന്നതും മുറവിളി കൂട്ടുന്നതും. ദാവീദ് നിരന്തരമായ വെല്ലുവിളികളുടെയും പോരാട്ടത്തിന്റെയും ഭീഷണിയിൽ ജീവിച്ച വ്യക്തിയാണ്. പലപ്പോഴും ശത്രുവിനെ ഭയന്ന് പലായനം ചെയ്തിട്ടുണ്ട്, അഭയാർത്ഥിയായി തീർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരികുകയും അതുവഴി ധൈര്യം ആർജിക്കുകയുമാണ് ചെയ്തത്. നാം ഭയപ്പെടേണ്ട സംഗതി ഭയം തന്നെയാണ്. ദൈവഭയമാണ് ഭയത്തെ അകറ്റുവാനുള്ള ഏക മാർഗമെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. 27-ാം സങ്കീർത്തനത്തിലൂടെ ധൈര്യം പകരുന്ന ദൈവത്തെ ദാവീദ് നമുക്ക് കാണിച്ചു തരുന്നു. 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വഞ്ചി തകരുമെന്ന് ഭയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചത്, ഇങ്ങനെ നിങ്ങൾ ഭീരുക്കൾ ആകുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ എന്നാണ്. വിശ്വാസം കൈമോശം വരുമ്പോൾ ഭയം കടന്നു വരുന്നു. വിശ്വാസം കടന്നു വരുമ്പോൾ ഭയം തിരോഭവിക്കുകയും ചെയ്യും. രണ്ടും കൂടി ഒന്നിച്ചു പോവുകയില്ല. കർത്താവ് എന്റെ വെളിച്ചം, എന്റെ രക്ഷ, എന്റെ ജീവന്റെ ബലം എന്ന ഉറച്ച വിശ്വാസ പ്രഖ്യാപനമാണ് ദാവീദ് നടത്തുന്നത്. ഇവിടെ എന്റെ എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. പൊതുവായ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്താവനയോ പ്രഖ്യാപനമോ അല്ല നടത്തുന്നത്. മറ്റാരുടെയോ അനുഭവത്തെയോ സാക്ഷ്യത്തെയോ അല്ല നൽകുന്നത്. സ്വന്തം അനുഭവത്തെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ സാക്ഷ്യത്തെ ശ്രദ്ധേയമാക്കുന്നത്. ആധ്യാത്മികത വ്യക്തിതലത്തിൽ അനുഭവവേദ്യമാകേണ്ട ഒന്നാണ്. അത് കേവലം നിർവചനങ്ങളോ പ്രഖ്യാപനങ്ങളോ പ്രമാണങ്ങളോ അല്ല, വ്യക്തിപരമായി അനുഭവത്തിൽ വരുത്തേണ്ടതാണ്. കേട്ടുകേൾവിയിൽ തളച്ചിടേണ്ട ഒന്നല്ല. വേദശാസ്ത്ര പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, എങ്ങനെ നിർവചിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല. എന്റെ അനുഭവത്തിൽ എന്ത് എന്നുള്ളതാണ് പരമപ്രധാനം. 23-ാം സങ്കീർത്തനത്തിൽ യഹോവ ഇടയനാകുന്നു എന്ന പൊതു പ്രസ്താവനയല്ല കാണുന്നത്. എന്റെ ഇടയനാകുന്നു എന്ന സവിശേഷതയാണ് അതിനെ മൂല്യവത്താക്കുന്നത്. മാർത്തോമാ ശ്ലീഹ ഉദ്ധിതനായ കർത്താവിനെ അഭിമുഖം ദർശിച്ചപ്പോൾ കർത്താവും ദൈവമേ എന്നല്ല, എന്റെ കർത്താവും ദൈവമേ എന്ന ആധികാരിക പ്രഖ്യാപനമാണ് നടത്തിയത്. ദൈവം എനിക്കാര്, എന്റെ ജീവിതത്തിൽ എപ്രകാരം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സർവപ്രധാനം. അതിനുത്തരമാണ് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ കാണുന്നത്. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. താൻ നിർമ്മിച്ച സ്വർണ്ണ വിഗ്രഹത്തെ താണു വീണ് നമസ്കരിച്ചില്ലെങ്കിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുമെന്ന് കൽപ്പിച്ച രാജാവിനോട് അവർ പറഞ്ഞ മറുപടിയാണിത്. തങ്ങൾ സേവിക്കുന്ന ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണെന്നും
രക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും 3 യുവാക്കൾക്കും ഉറച്ച വിശ്വാസമാണ്. പക്ഷേ അവരുടെ വിശ്വാസവും ഭക്തിയും പൂർണ്ണമാകുന്നത് രണ്ടാമത്തെ പ്രഖ്യാപനത്തിൽ കൂടിയാണ്. ദൈവം ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. അവരുടെ ദൈവം അവർക്ക് ആര്? ദൈവം അവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ സേവിക്കുന്ന ദൈവമാണ് മറ്റെന്തിനേക്കാളും അവർക്ക് വിലപ്പെട്ടത്. യഹോവയല്ലാതെ മറ്റൊരു ദൈവം അവർക്കില്ല. ആ ദൈവത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ മരണം വരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അത്രമാത്രം അവരുടെ ദൈവത്തെ അവർ സ്നേഹിക്കുന്നു. ദൈവം സർവശക്തനാണ്. സമ്പത്തും ജോലിയും രോഗസൗഖ്യവും എന്നു വേണ്ട നമുക്ക് ആവശ്യമായുള്ളതെല്ലാം നിറവേറ്റി തരുവാൻ കഴിവും സന്നദ്ധതയും ഉള്ളവനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ ദൈവവിശ്വാസമാകുന്നില്ല. ഇവയൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, അതിലും ഭേദം മരണം വരിക്കുന്നതാണ് എന്ന് പറയുവാനുള്ള സന്നദ്ധതയാണ് വിശ്വാസത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. ശരിയായ ദൈവഭക്തിയും വിശ്വാസവും എന്താണെന്ന് നമുക്ക് കാട്ടിത്തന്ന 2 വ്യക്തികളാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും നീതിമാനായ ഇയ്യോബും. അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി യഹോവ കൽപ്പിച്ചു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ഇത് കേട്ട അബ്രഹാം ഒരു മറുചോദ്യം പോലും യഹോവയോട് ചോദിക്കുന്നില്ല. പകരം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അബ്രഹാമിന് ദൈവത്തോട് ചോദിക്കാമായിരുന്ന ന്യായമായ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. 1, വാർദ്ധക്യകാലത്ത് ഞങ്ങൾക്ക് തന്ന മകനെ തിരികെ ചോദിക്കുന്നത് ശരിയാണോ? 2, മകനെ ജീവന്റെ ജീവനായി കരുതുന്ന അവന്റെ അമ്മയോട് ഞാൻ എങ്ങനെ ഈ വിവരം പറയും? 3, തലമുറകളെ തന്ന് അനുഗ്രഹിക്കുമെന്ന് ഉള്ള വാഗ്ദത്വം എങ്ങനെ നിവൃത്തിയാകും? ഇതൊന്നും അബ്രഹാം ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ചിന്തിച്ചു പോലുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഉൽപ്പത്തി 22:12 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും യഹോവ അരുളി ചെയ്ത വാക്കുകൾ. 22:12 വായിക്കുന്നു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ തീരുമാനത്തിനെതിരെ സംസാരിക്കുവാനും വാദിക്കുവാനും അറിവില്ലാത്തവനല്ല അബ്രഹാം. സോദോമും ഗോമോറയും നശിപ്പിക്കുവാൻ തീരുമാനിച്ച യഹോവയോട് ജനത്തിനു വേണ്ടി വാദിച്ച വ്യക്തിയാണ് അബ്രഹാം. യഹോവയ്ക്ക് അനിഷ്ടമാകുമോ എന്നുപോലും ചിന്തിക്കാതെ യഹോവയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുവാൻ ധൈര്യം കാട്ടിയ അബ്രഹാം സ്വന്തം കാര്യത്തിൽ അതിന് മുതിർന്നില്ല. ഹൃദയവിചാരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് അത് വ്യക്തമായി മനസ്സിലായി. അബ്രഹാമിന്റെ 2 സ്വഭാവ വിശേഷങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. 1, മടിയില്ലായ്മ, 2, അനുസരണം. അബ്രഹാം മടി കാണിച്ചില്ല എന്ന് യഹോവ അരുളി ചെയ്തതിന് ഗഹനമായ അർത്ഥമാണുള്ളത്. പൂർണ്ണമായ സമർപ്പണമാണ് അവിടെ പ്രകടമായത്. യഹോവ കൽപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കുക എന്നതിൽ കവിഞ്ഞ് അബ്രഹാമിന് മറ്റൊന്നും ചിന്തിക്കുവാനുണ്ടായിരുന്നില്ല. അതാണ് മടി കൂടാതെ അനുസരിച്ചു എന്ന് യഹോവ അരുളി ചെയ്തത്. ഇസഹാക്കിനെ ബലിയർപ്പിച്ചാൽ തനിക്ക് മറ്റൊരു മകനെ ദൈവം നൽകും എന്നുള്ള വിശ്വാസത്താലാണ് അബ്രഹാം അതിന് തയ്യാറായതെന്ന് പറഞ്ഞാൽ അത് അബ്രഹാമിന്റെ ദൈവഭക്തിയെയും വിശ്വാസത്തെയും തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ്.
നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് യഹോവ അരുളി ചെയ്തത്. മടിക്കാതിരുന്നതിനും അനുസരിച്ചതിനും പ്രത്യേകം അനുഗ്രഹങ്ങൾ അബ്രഹാമിന് നൽകിയതായി നാം വായിക്കുന്നു. തന്റെ സർവസമ്പത്തും പുത്രീപുത്രന്മാരും വേലക്കാരും എല്ലാം നഷ്ടപ്പെട്ടതറിഞ്ഞ ഇയ്യോബ് പറയുന്നത് ശ്രദ്ധിക്കുക. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ശരീരം അടിമുതൽ മുടിവരെ വ്രണം കൊണ്ട് നിറഞ്ഞപ്പോൾ ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. അതിനുത്തരമായി ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ജോബ് നടത്തുന്നത്. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? അബ്രഹാമിന്റെ കാര്യത്തിൽ എന്ന പോലെ ജോബിന്റെ കാര്യത്തിലും ഭൗതികമായ വലിയ അനുഗ്രഹങ്ങൾ ദൈവം കൽപ്പിച്ചു നൽകുന്നതായി കാണാം. ജോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതായും മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി നൽകുന്നതായും നാം വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഫിലിപ്പിയർ 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തു തനിക്ക് ആരാണെന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരുന്നു. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുരക്ഷകനെ, എന്റെ ഘോരദുരി